ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ നിതിൻ ജെബി, വാളകം മാർത്തോമ സഭയംഗമാണ്. ജേണി ത്രൂ സംസിൻ്റെ 243 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 127 അധ്യായമാണ്. തന്നെ നശിപ്പിക്കാമായിരുന്ന ഏതോ കൊടും വിപത്തിൽ നിന്ന് ദൈവം ഇസ്രായേൽ ജനത്തെ അത്ഭുതകരമായി വിടുവിച്ച സന്ദർഭത്തിൽ എഴുതിയ സങ്കീർത്തനമാണ് 127 സങ്കീർത്തനം എന്ന് കരുതുന്നത്. ഇതിൻ്റെ ആദ്യ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആവർത്തിച്ച് പറയുന്നു, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നു എങ്കിൽ എന്ന്. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അവസ്ഥയിൽ നാം നോക്കിയാൽ നമ്മുടെ കൂടെ ദൈവമുള്ളത് കൊണ്ട്, ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് അത്ഭുതകരമായി അതിശയകരമായി അവൻ നമ്മെ പരിപാലിച്ചത് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നിലും നമുക്ക് വീഴുവാനില്ല എന്ന് മനസ്സിലാക്കാം. ദൈവം നമുക്ക് ബലം നൽകുന്നത് കൊണ്ടാണ് നമുക്ക് നടക്കാനും ആരോഗ്യം തരുന്നത് കൊണ്ടാണ് വേല ചെയ്യുവാനും സാധിക്കുന്നത്. ആ ബോധ്യത്തോടെ ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. തുടർന്നുള്ള വാക്യങ്ങളിൽ അവരുടെ കോപം ചൊലിച്ചപ്പോൾ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയും, വെള്ളം നമ്മെ ഒഴുകിക്കളയും എന്ന് തോന്നിയപ്പോൾ അതിൻ്റെ നടുവിൽ അവർക്ക് പറയുവാൻ കഴിയും, യഹോവ എൻ്റെ പക്കത്തുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല എന്ന്. നമ്മുടെ ജീവിതം ചെങ്കടൽ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് വെള്ളം പോലെ നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരിക്കാം. എന്നാൽ അതിൻ്റെ നടുവിൽ യഹോവ എൻ്റെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല എന്ന് നമുക്ക് പറയുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ വിവിധ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ആർക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുകയില്ല. എങ്കിലും നമ്മൾ നിരാശപ്പെടരുത്, കാരണം നമ്മുടെ കൂടെയുള്ളത് കർത്താവാണ്. പൗലോസ് പറയുന്നു, യഹോവ എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. നമ്മുടെ ജീവിതയാത്രയിൽ വഴിമുട്ടിയ പ്രയാസവേളകളിൽ ആർക്കും നമ്മെ സഹായിക്കാൻ സാധിക്കാതെ വരുമ്പോൾ നാം ഭയപ്പെടേണ്ട, കാരണം നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിലാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ പ്രയാസങ്ങളുടെ പ്രശ്നങ്ങളുടെ മധ്യയിൽ ഞങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ.